ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു ചെല്ലുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെ. ധ്യാനത്തിനായിട്ട് 18-ാം വാക്യം. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന പേരിനെ ഞാൻ യോഗ്യനല്ല. എൻ്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും. അഭ്യസ്തവിദ്യനായൊരു യുവാവ്, ആകർഷകമായ ഉദ്യോഗവും സുന്ദരിയായ ഭാര്യയും ഓമനക്കുട്ടന്മാരായ 2 കുട്ടികളും അയാൾക്കുണ്ട്. സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്നതിന് ആവശ്യമുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ആ യുവാവിൻ്റെ മനസ്സിന് ഒരു സ്വസ്ഥതയും ലഭിച്ചിരുന്നില്ല. കുട്ടിക്കാലത്ത് സൺഡേ സ്കൂളിൽ പോവുകയും ഭക്തിപരമായ നല്ല ശിക്ഷണം അയാൾക്ക് സിദ്ധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവയൊന്നും തൻ്റെ ജീവിത പ്രശ്നങ്ങളെ നേരിടുന്നതിനോ മനസ്സിന് ശാന്തി ലഭിക്കുന്നതിനോ പര്യാപ്തമായിരുന്നില്ല. ചില പാരമ്പര്യങ്ങളിലും കിഴവിക്കഥകളിലും അധിഷ്ഠിതമായ മതം തന്നെ സഹായിക്കുവാൻ പോരുന്നതല്ലെന്നായിരുന്നു അയാളുടെ സുചിന്തിതമായ അഭിപ്രായം. മനസ്സിന് ശാന്തി ലഭിക്കുന്നതിന് വേണ്ടി മദ്യത്തെയും മയക്കുമരുന്നുകളെയും അയാൾ ആശ്രയിച്ചു തുടങ്ങി. ആദ്യമൊക്കെ സ്വർഗലോകത്ത് പറന്നു നടക്കുന്ന അനുഭൂതി ഉളവാക്കിയെങ്കിലും ലഹരിയുടെ കെട്ട് വിടുമ്പോൾ പാതാളത്തിലേക്ക് താണുപോകുന്നതായി അയാൾക്ക് തോന്നി. വീണ്ടും സ്വർഗത്തിലേക്ക് ഉയരുന്നതിന് കൂടുതൽ വീര്യമുള്ള മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചു. എന്നാൽ എത്രമാത്രം ഉയരുവാൻ ശ്രമിച്ചുവോ അത്രയ്ക്ക് താഴുകയാണ് ചെയ്തത്. അയാൾ കുടുംബജീവിതം ശിഥിലമായി. എങ്ങും ഒരു എത്തും പിടിയുമില്ലെന്നായപ്പോൾ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചു. ഒരു ദിവസം അയാൾക്ക് കടലിലേക്ക് തള്ളിനിൽക്കുന്ന ഒരു പാറക്കെട്ടിൽ പോയി ഇരുന്നു. വയറു നിറയെ മദ്യവും ശ്വാസകോശം നിറയെ കഞ്ചാവിൻ്റെ പുകയുമുണ്ട്. പലതും ആലോചിച്ചു. ഇടയ്ക്കിടെ കടലിലേക്ക് നോക്കി. ആർത്തിരച്ചു വരുന്ന തിരമാലകൾ. അവ പാറക്കെട്ടിൽ സ്വയം തല തല്ലി കുപ്പിച്ചില്ലുപോലെ ചിതറുന്നു. ഈ തരംഗ പരമ്പരകൾക്കും സ്വസ്ഥതയില്ലല്ലോ എന്നയാൾ ഓർത്തു. അവയും അറ്റകൈ എന്നോണം പാറക്കെട്ടിൽ തല തല്ലി മരിക്കുന്നു. അതുപോലെ താനും മരിക്കുവാൻ പോവുകയാണ്. തനിക്ക് ശാന്തി നൽകുവാൻ ഇളകിമറിയുന്ന ഈ കടലിന് കഴിയുമോ? ആ ചിന്ത മനസ്സിൽ മിന്നിമറിഞ്ഞു. അസ്വസ്ഥനായ ഈ യുവാവിൻ്റെ അസാധാരണമായ പെരുമാറ്റം ശ്രദ്ധിച്ച ഒരു വൃദ്ധൻ അടുത്തു ചെന്ന് ചോദിച്ചു, എന്താണ് കുട്ടി നീ ആലോചിക്കുന്നത്? നീ ആരെ ഉപേക്ഷിച്ചു പോകുന്നുവോ അവിടുത്തെ അടുക്കൽ തിരിച്ചു ചെല്ലുക. നീ ആഗ്രഹിക്കുന്ന ശാന്തി നൽകാൻ ആ ദൈവത്തിന് മാത്രമേ കഴിയൂ. യുവാവ് തിരിച്ചു നടന്നു. അയാളുടെ പ്രക്ഷുബ്ധമായ മനസ്സ് പ്രശാന്തമായി. സാക്ഷാൽ ശാന്തിയുടെ ഉറവിടത്തിലേക്ക് തന്നെയാണ് അയാൾ പോയത്. ഒരുവൻ ദൈവത്തെ വിട്ടകലുന്നതോടൊപ്പം മനഃചാഞ്ചല്യവും നിസ്സാര കാര്യങ്ങൾ നിമിത്തം ക്ഷുഭിതനാകുന്ന പ്രകൃതവും അവനെ പറ്റിക്കൂടുക സാധാരണമാണ് എന്ന് ഡോക്ടർ കാൾ യൂങ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ കുറ്റിയടിച്ച് ഉറപ്പിച്ചു നിർത്തുവാൻ പര്യാപ്തമായ ചില കാര്യങ്ങൾ താഴെ പറയുന്ന വാക്കുകളിൽ സംഗ്രഹിക്കാമെന്ന ഗ്രന്ഥകാരൻ പറയുന്നു. ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുക. ഏത് കാര്യവും ദൈവത്തെ മുൻനിർത്തി ചെയ്യുക. അവിടുന്ന് നിന്നെ നയിക്കും. നിന്റെ പ്രയത്നങ്ങളെ അവിടുന്ന് വിജയിപ്പിക്കും. നിനക്ക് നിർഭയം കിടന്ന് ഉറങ്ങുവാൻ കഴിയും. യാതൊരു വിപത്തിനെക്കുറിച്ചും നിനക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആരെങ്കിലും നിന്നെ കുരുക്കിൽ വീഴ്ത്തുമെന്ന് ശങ്കിക്കേണ്ടതില്ല. എന്തെന്നാൽ നിന്നെ നയിക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. അവിടുന്ന് നിന്നെ സംരക്ഷിക്കും. ഓർക്കണമേ, സ്നേഹമുള്ള പിതാവ് 1000 അധ്യാപകരെക്കാൾ വലുതാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4:10. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.